ഈ കാണുന്ന കോഴിമുട്ടയുണ്ടല്ലോ, ഇത് 12 രൂപയുടെ മുട്ടയാണ്. ഇത് 21 ദിവസം കൊണ്ട് നമുക്ക് 7500 8,000 രൂപ നമുക്ക് സമ്പാദിക്കാം. 5 ഇൻക്യുബേറ്റർ നിങ്ങൾക്ക് സൗജന്യം തരാൻ പോട്ടാ. എന്താ ചെയ്യേണ്ടത് അറിയോ? വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റ് രേഖപ്പെടുത്തുക. തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 5 ഇൻക്യുബേറ്റർ നിങ്ങൾ അവിടേക്ക് കൊറിയർ ചെയ്യണം കേട്ടോ. ഈ സംരംഭം ചെയ്യാൻ പ്രായമൊന്നും വേണ്ട കേട്ടോ. ചെറിയ കുട്ടികൾക്കും ചെയ്യാം, പ്രായമുള്ളവർക്കും ചെയ്യാം. അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ടൈം പാസ് ചെയ്ത് ചെയ്യുന്ന സംരംഭം കേട്ടോ. ഇനി ജോലിയുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്നിട്ട് ഒരു അര മിനിറ്റ് സമയം വേസ്റ്റാക്കേണ്ടുള്ളൂ, അവർക്കും ചെയ്യാം. ഇതുകൊണ്ട് ഒരുപാട് ആളുകൾ നല്ല ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ. ഇത് ചെക്ക് ചെയ്യുക പറഞ്ഞാൽ നമുക്കൊരു 5 ദിവസം കഴിഞ്ഞാൽ മുട്ട നമുക്ക് ഭ്രൂണമുള്ളതും ഇല്ലാത്ത നമുക്ക് 5 ദിവസം പറയാം. ഈ കോഴിമുട്ട, അതായത് ഒരു കോഴിമുട്ടയ്ക്ക് 12 രൂപ വില. ഈ 12 രൂപയ്ക്ക് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വിരിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് 60 രൂപ കിട്ടും. എങ്ങനെ അറിയോ? ഇതിൽ 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. ഈ 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2500 രൂപ കേട്ടോ വില. അതിൻ്റെ ഈ 2500 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 200 മുട്ടയ്ക്ക് 12 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 2400 രൂപ അല്ലേ? ഈ 2400 രൂപ നമുക്ക് ഒന്നും വേണ്ട. എൻ്റെ ഒരു 95-90% റിസൾട്ട് ഉണ്ട്. ഒരു 150 കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുക. 10,000 സംതിങ് 60 രൂപ വെച്ച് കുട്ടി കിട്ടും. നമ്മൾ കറണ്ട് ചാർജും എല്ലാ ചിലവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 7,500 8,000 രൂപ സിമ്പിൾ വരെ നമുക്ക് 21 ദിവസം ഉണ്ടാക്കാം. താറാമുട്ട വയ്ക്കാം, ടർക്കി വയ്ക്കാം, കാടമുട്ട വയ്ക്കാം. കാടമുട്ടയാണെങ്കിൽ 500 വയ്ക്കാം കേട്ടോ. അതിൽ കോഴിമുട്ടയാണെങ്കിൽ 200, കാടമുട്ടയാണെങ്കിൽ 500 കാടമുട്ട വയ്ക്കാം കേട്ടോ. അതിനകത്ത് ഇൻക്യുബേറ്ററിനകത്ത് മുട്ട വയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മളതിനകത്ത് ഉള്ളത് ഈ 2 പിന്നാണ്. ഈ 2 പിന്നും ഇതിനകത്ത് 2 ബൾബിൻ്റെ ഓർഡർ കാണാനല്ലേ? ഇതൊക്കെ 2 ബൾബിൻ്റെ ഓർഡർ. ഇത് തെർമോസാറ്റ്. നമ്മൾ ചൂട് ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ആകാൻ പോകുന്നത്. ഇതിലാണ് ടെമ്പറേച്ചർ കാണുന്നത്. നമ്മൾ ഈ വയർ കൊടുത്തിട്ടുണ്ടോ? ടെമ്പറേച്ചർ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വയർ ഉണ്ടോ? ഇത് 2 പിൻ കറണ്ട് ബോക്സ് കൊടുക്കുക. അതാക്കി ബോക്സ് കറണ്ട് കൊടുക്കുക. ഇത് ഈ അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്റർ ഫുള്ള് ഇത് നമ്മൾ 12 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ വഴി അത് കറണ്ട് വരും. ഇതിപ്പോൾ ഓണാണ്. ഇതിപ്പോൾ ഏതും വർക്കായിട്ടില്ല. നമ്മൾ 2 പിൻ കുത്തി ഏതും വർക്കായിട്ടില്ല. നമ്മൾ കറണ്ട് ചാർജ് വളരെ കുറവാട്ടോ അതിനകത്ത്. ഇത് കുത്തിയാൽ മാത്രമേ വർക്കാവുള്ളൂ. ഈ ഇത്ര 2 ബൾബ് 2 ഫാനും വർക്കാണെങ്കിൽ ഈ 12 വാട്ട് അഡാപ്റ്റർ കുത്തിയാൽ മാത്രമേ വർക്കാവുള്ളൂ. കൺട്രോൾ ഇതൊക്കെ ഈ 2 ബൾബും 2 ഫാനും ഇത് ഊരുക. ഇത് ഏതും വർക്കായതാ 12 വാട്ട് ഊരി. ഇത് ഏതും വർക്കായിട്ടില്ല. നമുക്ക് കറണ്ട് ചാർജ് വളരെ കുറവാണ്. ഇത് കുത്തിയാൽ മാത്രം കാണിച്ചതാ. പക്ഷേ ഈ ബൾബ് മറ്റേ ഡയറക്റ്റ് കറണ്ട് വെച്ചാൽ നമുക്ക് ഇത് അതിൽ നിന്ന് കത്തില്ല. ഫുൾ ടൈം കത്തില്ല. ഇത് 2 മിനിറ്റ്. അപ്പോൾ 37.1 ഡിഗ്രി. ഇപ്പോൾ ഓഫ് ആവും. നോക്കട്ടോ, ഇത് ഓഫ് ആവും. നോക്കിയേ, ഒരു 2 മിനിറ്റൊക്കെ വർക്കാവുള്ളൂ. ഇപ്പോൾ ഇത് ഓഫ് ആവും. ഓഫായി ഇത്രേ ഉള്ളൂ. പിന്നെ അത് കുറച്ച് നേരം കണ്ട് ഓണാവുള്ളൂ. കറണ്ട് ചാർജൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഇതിനകത്തൊക്കെ ഒരു 21 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 100 രൂപ താഴേക്ക് കറണ്ട് ബില്ലാവുള്ളൂ. അത് വലിയ കറണ്ട് ബില്ലല്ല. ഈ മുട്ട വയ്ക്കുന്നത് ഒന്ന് കാണിച്ചു തരാമോ? മുട്ട വയ്ക്കുന്നത് കാണിച്ചു തരാം. ഇത് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ്. 1 ലിറ്റർ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഈ വലിയ ഹൈറ്റ് ചെയ്യുക. ഇതെന്തിനാണ് വെക്കുന്നത്? ഇത് നമുക്ക് ഈർപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് 200 2 പാത്രം വയ്ക്കാനുള്ള. അപ്പോൾ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുള്ളൂ. 2 പാത്രം വയ്ക്കാം. കറക്റ്റ് പേപ്പർ വിരിക്കുക ഉള്ളിൽ. എന്തിനാ പേപ്പർ വിരിക്കുക അറിയോ? നമ്മൾ വിരിയുമ്പോൾ ബ്ലഡ് ആവും. ഈ കംപ്ലീറ്റും അറച്ചും ബ്ലഡ് ഉണ്ടാവും. അപ്പോൾ ഈ പേപ്പർ 2 മടക്കാക്കി വിരിഞ്ഞ് കഴിഞ്ഞ് പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇൻക്യുബേറ്റർ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം വെള്ളം അപ്പുറത്തെ ഫാനിൽ വയ്ക്കാം. 2 പാത്രം ഫാൻ വയ്ക്കുക. നമുക്ക് ഉള്ള മുട്ട കുറച്ച് നശിച്ച് വെക്കാട്ട് വയ്ക്കി. അത് 10 മുട്ട വീടിക്ക് വേണ്ടി കാണിക്കുന്ന കേട്ടോ. ഇത് 200 സ്ക്വയർ വയ്ക്കുക. ഇതിനകത്ത് ബൾബ് ഇപ്പോൾ ഓഫായി കിടക്കുകയാണ്. ചൂട് 37.7 ഓഫായി കിടക്കുകയാണ്. ഇനി ഇത് നോക്കിയേ, നമ്മൾ അടച്ചു അല്ലേ? നമ്മൾ മുട്ട ഇത് ഓൺ ഓഫാക്കാൻ അങ്ങനെ അറിയോ? നമ്മൾ 2 നേരം 3 നേരം മുട്ട തിരിച്ചു കൊടുക്കണം. അതെങ്ങനെ അറിയോ? ജസ്റ്റ് അങ്ങനെ തുറക്കുക. ഓഫാക്കണ്ട. ഇങ്ങനെ തുറക്കുക. ജസ്റ്റ് അങ്ങനെ നനയ്ക്കുക. ഈ 1/2 സെക്കൻഡ് മതി. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ മുട്ട ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ നനയ്ക്കുമ്പോൾ ഈ 1/2 സെക്കൻഡ് മതി. 1 മിനിറ്റ് പോലും വേണ്ട. 1/2 മിനിറ്റ് ഒരു ദിവസം 1/2 മിനിറ്റ് ചിലവാക്കി കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്കായാലും ഒരു വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കായാലും 1/2 മിനിറ്റ് ചിലവാക്കിയാൽ ഇങ്ങനെ അനക്കി കൊടുക്കൽ മാത്രമേ ഈ അനക്കി കൊടുക്കൽ മാത്രമേ പണിയുള്ളൂ. വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് പണി. ബാക്കിയൊക്കെ ഇത് മെഷീനൊക്കെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഓഫ് ഓണായിക്കൊണ്ടിരിക്കും. ഈ അനക്കി കൊടുക്കൽ മാത്രമേ പണിയുള്ളൂ. നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് 5 ദിവസം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനകത്ത് ഭ്രൂണം ഉള്ളതും ഇല്ലാത്തത് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചാട്ടോ. നോക്കി, ഇതിപ്പോൾ വൈകുന്നേര സമയത്ത് നന്നായി കാണും. ഇതിപ്പോൾ ഇന്ന് വെച്ച മുട്ടയുണ്ടോ? നോക്കിയേ, ഇതിപ്പോൾ ഇന്ന് വെച്ച മുട്ടയാണ്. ഇത് വിരിയുന്ന മുട്ടയാണ്. ഇത് പോലുള്ള മുട്ടയാണ്. കാഴ്ച കഴിഞ്ഞാൽ അതാണ്ട ഇവിടെ ചെറിയൊരു ഡോട്ടുകളൊക്കെ ഉണ്ട്. ഇതൊരു 5 ദിവസം കഴിയുമ്പോൾ ഇവിടെ നരമ്പാകും. നരമ്പാകും. അനങ്ങാതെ ഈ കറുത്ത ഡോട്ട് കാണാം. ഈ കറുത്ത ഡോട്ട് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ അനങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ കറുത്ത ഡോട്ട് വരും. ഈ കറുത്ത ഡോട്ട് മെല്ലെ അനങ്ങാൻ തുടങ്ങും. ഇവിടെയൊക്കെ നരമ്പാവും. അതാണ് നമുക്ക് റിസൾട്ടുള്ള മുട്ട. പിന്നെ 6 ദിവസം കഴിഞ്ഞാൽ അത് പ്ലെയിനായിട്ട് ഇരിക്കുന്നത് അത് പൂവല്ലാത്ത മുട്ടയാണ്. അത് അങ്ങനത്തെ മുട്ട അത് ഒഴിവാക്കുക. ഇതിപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇൻക്യുബേറ്റർ ഉണ്ട്? നമ്മൾ ഏറ്റവും വലുതാണ് 200 കോഴിമുട്ട വയ്ക്കുന്നത്.
200 ഇത് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. ഇതിന് വില വന്നിട്ട് 2500 രൂപ. കൊറിയർ അയക്കുമ്പോൾ 300, 2800. ഇതാണ് ഏറ്റവും വലുത്. പിന്നെ 100 കോഴിമുട്ട വയ്ക്കുന്നുണ്ട്. ഇത് വന്നിട്ട് 1800 വില. നമ്മൾ കൊറിയർ അയക്കുമ്പോൾ 100, 200 ചാർജാണ്. അങ്ങനെ ടോട്ടൽ 2000 രൂപയാവും. കൊറിയർ ചാർജ് ഇപ്പോൾ 2000. ഇത് ഒരു വർഷം, ഇത് 2 വർഷം 3 വർഷം വാറന്റി ഉണ്ട് കേട്ടോ. ഇത് 60 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. ഇത് 60 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. ഇത് നമ്മൾ ഒരു വർഷം വാറന്റി ഉണ്ട്. ഇത് കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ 1600, 150 രൂപ കൊറിയർ ചാർജ്, 1750. നമ്മൾ 3 ഇൻക്യുബേറ്ററിന് ഓരോ വർഷം വാറന്റി ഉണ്ട്. ബില്ലും കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യം, എല്ലാ കാര്യങ്ങളും നമ്മളുണ്ട്. ഇത് കേരളത്തിൽ എവിടെ വേണേലും, കേരളം, തമിഴ്നാട്, കർണാടക എല്ലാ ഭാഗത്തും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച ഇത് ഏകദേശം ഈ ആഴ്ച പോണത് ഇതിനകത്ത് 100-300 ഇൻക്യുബേറ്റർ ഉള്ളതുണ്ട് കേട്ടോ. ഇത് ഇവിടെ അല്ല, അതിനുള്ളിലൊക്കെ ഇൻക്യുബേറ്റർ നോക്കിയേ. അല്ല, അതിനുള്ളിലൊക്കെ ഇൻക്യുബേറ്റർ അങ്ങനെ അടിക്കുക. അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഇൻക്യുബേറ്റർ. അതിനുള്ളിലൊക്കെ ഫുൾ ഇൻക്യുബേറ്റർ. നമുക്ക് 100-300 ഇൻക്യുബേറ്റർ മേളം ഇതിലുണ്ട്. ഇതൊക്കെ ഈ ആഴ്ച ചിലവാകുന്ന ഇൻക്യുബേറ്റർ കേട്ടോ. ഇത് പോയിക്കൊണ്ടേയിരിക്കും, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് നല്ല ആൾക്കുള്ള വർക്ക് എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ആൾക്കുള്ള സ്ഥിരം വർക്ക് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്.